ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ 7ാം ക്ലാസ്സിലെ ഗണിതമാണ് കേട്ടോ. അതിലെ സെക്കൻഡ് ചാപ്റ്ററായ ഭിന്നസംഖ്യകൾ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഭാഗത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഭാഗത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്? ഈ ചിത്രം നോക്കൂ. ഇതെന്താണ്? ഒരു ഫുള്ള് ചതുരാണ് അല്ലേ? ചതുരത്തിന് എന്താണ്? പകുതിയാക്കി അല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ പകുതിയാക്കുമ്പോൾ എന്താ? 2 ഭാഗമാക്കി അല്ലേ? അപ്പോൾ ഓരോ ഭാഗവും എന്താണ്? ഇത് പകുതിയാണ്, ഇത് പകുതിയാണ് അല്ലേ? 1/2 1/2 അല്ലേ? 2-1 2-1. ഓക്കെ. ഇനി ഈ ചതുരത്തിൽ എന്താണ്? 2 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ? അതാണ് 1/2 പോലെ. ഇനി നോക്കിയാൽ ഈ ചതുരത്തിനെ 2 സമഭാഗങ്ങളാക്കിയാൽ ഒരു സമഭാഗത്തിന് എന്താക്കി? 3 ഭാഗമാക്കി. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാതിനെ? ഇവിടെ ഇത് 1/2 അല്ലേ? ഇതെന്താണ്? ഇത് 1/2 ആയിരുന്നു അല്ലേ? ഈ 1/2 എന്താക്കിയത്? നമ്മൾ 3 ആക്കിയത് അല്ലേ? അപ്പോൾ എന്താ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 1/3. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഭാഗം ഇതാ. ഈ ഒരു ഭാഗം എത്രയാണ്? 1/2 അല്ലേ മൊത്തം അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു എന്താണ്? 1/2 ഇൻറ്റു എന്താ? 1/3. അങ്ങനെയാണ് ഈ ഭാഗത്തിൽ ആക്കുന്നത് കേട്ടോ. 1/3. ഓക്കെ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ 1/2 ഇൻറ്റു 1/3 ഇതും 1/2 ഇൻറ്റു 1/3 ഇതും 1/2 ഇൻറ്റു 1/3 അല്ലേ? അപ്പോൾ എന്താണ് ഇത്? 1/2 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത്? 1/2 ഇൻറ്റു 1/3 എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിനെ നമുക്ക് നോക്ക്, ഇവിടെ നോക്ക് കണ്ടോ? 1/2 ഇൻറ്റു 1/3 ഈ ഭാഗത്തിന് അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക്? ഈ 1/2 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ എന്താ? മോളത്ത് ഗുണിക്കുക അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 1 പറഞ്ഞാൽ 1 അല്ലേ? ബൈ എന്താണ്? അടിയത്തെ 2 ഗുണിക്കുക. 2 ഇൻറ്റു 2 3 എന്ന് പറഞ്ഞാൽ എത്ര? 6. അപ്പോൾ 1/6 ഇത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ ഈ വര നീട്ടി കൊണ്ട് വരയ്ക്കുക. ഇതും നീട്ടി വരയ്ക്കുക. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ എന്താണ് ഇത്? നമുക്ക് 1/6 കിട്ടിയത്. അപ്പോൾ ഈ ഭാഗം എത്രയാണ്? മൊത്തം അളന്ന് നോക്ക്. 1 2 3 4 5 6 മൊത്തം 6 ഉണ്ട് അല്ലേ? 6-ൽ 1 ഇത് അല്ലേ? അപ്പോൾ 1/6 കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പോൾ ഇനി നോക്കൂ. ഇനി ഇവിടെ പറയുന്നത്, ഇനി അടുത്ത ചോദ്യം 1/3 1/5 ഭാഗം എന്താണ് കണക്കാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പോൾ 1/3 1/5 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? 1/3 ഇൻറ്റു 1/5 അല്ലേ? അപ്പോൾ 1/3 അല്ലേ? അപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? ചതുരത്തിനെ 3 ആക്കി മാറ്റുക. ഇങ്ങോട്ട് എന്താക്കുക? 1/3 എന്താക്കുക? 5 ആക്കി മാറ്റുക അല്ലേ? അങ്ങനെയാണ് ഈ ചിത്രം വരുന്നത് കണ്ടോ? അപ്പോൾ ഈ ഒരു ഭാഗം ഇത് ഏതെങ്കിലും ഒന്ന്, ഇത് 1/3 ഇൻറ്റു 1/5 ഇത് 1/3 ഇൻറ്റു 1/5 ഇത് എല്ലാം ഏതെങ്കിലും ഒന്ന് എടുത്താൽ എന്താണ്? 1/3 ഇൻറ്റു 1/5 ആയിരിക്കും അല്ലേ? അപ്പോൾ 1/3 ഇൻറ്റു 1/5 എന്ന് പറഞ്ഞാൽ എത്രയാ? മോളത്ത് 2 ഗുണിക്കുക 1 അല്ലേ? ബൈ 3 ഇൻറ്റു 5 15 അല്ലേ? അപ്പോൾ 1/15 ആയിരിക്കും. ഇനി ഈ കണക്കുകൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചതുരങ്ങൾ വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്കാക്കാം? ആദ്യം പറഞ്ഞിരിക്കുന്നത് 1/2 ഇൻറ്റു 1/4 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചതുരം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നോക്കൂ, ഇത് 1/2 അല്ലേ? ഇത് 1/2 ഇത് 1/2 ഇത് 1/2 അല്ലേ? ഇത് 1/2 അല്ലേ? ഇതും എന്താണ്? 1/2 അല്ലേ? ഇനി എന്താണ്? 1/2 ഇൻറ്റു 1/4 അല്ലേ? അപ്പോൾ 1/2 ആദ്യം നമ്മൾ വരയ്ക്കുക. ഈ എന്താക്കാണ്? ഈ 1/2 നമ്മൾ എന്താണ്? 1/4 4 പാർട്സ് ആക്കാം. ഇതിലെ 4 ആക്കുക നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിലെ 4 ആക്കുക. അപ്പം 1 അപ്പം ഇവിടെ 4 1 2 3 4 അല്ലേ? അപ്പോൾ ഇതെന്തായി? ഈ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്? 1/2 ഇൻറ്റു 1/4. ഇതും 1/2 ഇൻറ്റു 1/4 ഏതും എടുക്കുക അല്ലേ? ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനൊന്ന് അടിയത്ത് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഇത് 1/2 ഇൻറ്റു 1/4. അപ്പോൾ 1/2 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം മുകളിലത്തത് നമ്മൾ ഗുണിക്കുക അല്ലേ? 1/2 ഇൻറ്റു 1/4. അപ്പോൾ മുകളിലത്തെ 2 ആദ്യം ഗുണിക്കുക. അപ്പോൾ 1 ഇൻറ്റു 1 എത്രയാണ്? 1 അല്ലേ? 1 അല്ലേ? ബൈ എന്താണ്? അടിയത്തെ 2 ഗുണിക്കുക. 2 ഇൻറ്റു 4 എത്രയാ? 8 അല്ലേ? അപ്പോൾ 1/8. അപ്പോൾ എത്രയാണ് നമുക്കിത് കിട്ടിക്കണ്ടോ? അപ്പോൾ ഇതാണ് എത്രയാണ്? 1/8 അല്ലേ? ഇതാണ് 1/8.
8 വരുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യണം മനസ്സിലായില്ല. ആദ്യമുള്ള ഈ നമ്പറിനെയാണ് നമുക്ക് ചതുരത്തിൽ ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്താക്കുക, ഈ 1നെ 4 ആക്കി മാറ്റുക. അതാണ് 1/4. ഇനി അടുത്ത് നോക്കൂ, 1/3 × 1/6. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഒരു ചതുരം വരയ്ക്കുക. എന്നിട്ട് എത്ര ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത്, 3 ആക്കിയിട്ട് അല്ലേ. ഇതിപ്പോൾ 2 ആക്കിയിട്ടല്ലേ, ആദ്യം 1/2 ആയതുകൊണ്ടാണ് നമ്മൾ 2 ആക്കിയത്. ഇനി അടുത്തത് എന്താണ്, 1/3. അപ്പോൾ നമ്മൾ എന്താക്കുക, ചതുരത്തിനെ 3 ആക്കി മാറ്റുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, ആ 3 ആക്കിയതിൽ 1 എടുത്തിട്ട് എന്താക്കുക, 6 ആക്കി മാറ്റുക. ടീച്ചർ വരച്ചുതരാം, കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു ചതുരം വരച്ച്, ഇനി നമ്മൾ ഈ ചതുരത്തിനെ 3 ആക്കി മാറ്റുക. 1/3 അല്ലേ, അതുകൊണ്ട് 3 ഭാഗമാക്കി മാറ്റുകയാണ്. ഇനി 3 ഭാഗമാക്കി മാറ്റി അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, 1/3 × 1/6 അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇതിനെന്താക്കുകയാണ്, ഒരു ഭാഗത്തിന് എന്താണ് 6 ഭാഗമാക്കി മാറ്റുകയാണ്. ഓക്കെ, ഇതിനെ വേണമെങ്കിലാക്കാം, ഇതിനെ വേണമെങ്കിലാക്കാം, ഇതിനെ വേണമെങ്കിലാക്കാം, ഇഷ്ടമുള്ള ആക്കാം കേട്ടോ. നമ്മൾ ഈ സൈഡിൽ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, കണ്ടോ, 6 ആക്കി അല്ലേ. അപ്പോൾ 1നെ നമ്മൾ ചതുരം വരച്ചു, അതിനെന്താണ് 3 ഭാഗങ്ങളാക്കി. ആ 3 ഭാഗത്തിൽ ഒരു ഭാഗത്തിനെടുത്തിട്ട് 6 ഭാഗങ്ങളാക്കി അല്ലേ. കണ്ടോ, 1 2 3 4 5 6 അല്ലേ. ഇതിനെ നമുക്ക് എന്താണ്, ഇതിനെ തന്നെ ആക്കണം എന്നില്ല, ഇതിനെയൊക്കെ ആക്കാം കേട്ടോ. നമ്മൾ ഈ സൈഡത്തെ എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, 1/3 × 1/6 ഇത് 1/3 × 1/6 ആണ്. ഇത് 1/3 × 1/6 അല്ലേ. ഏത് വേണമെങ്കിലും എഴുതാം, നമ്മൾ അടിയത്തെടുത്ത് ഇതാക്കുക കേട്ടോ. അപ്പോൾ 1/3 × 1/6 ഇതാണ് വരുന്നത് കേട്ടോ. ഇതാണ് എന്ത്, 1/3 × 1/6 വരുന്നത്. ഓക്കെ, ഇതാണെന്ത്, 1/3 × 1/6 വരുന്നത്. ഓക്കെ, അപ്പോൾ 1/3 × 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, മുകളിലത്ത് ഗുണിക്കുക അല്ലേ. അപ്പോൾ 1 × 1 എത്രയാണ്, 1 അല്ലേ. ബൈ എന്താണ്, 3 × 6 എത്രയാ, 18 അല്ലേ. 18. അപ്പോൾ 1/18 ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, 1/5 × 1/8 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ആദ്യം ഒരു ചതുരം വരച്ചിട്ട് എത്ര ഭാഗമാക്കണം നമ്മൾ ആദ്യം, ഇവിടെയൊക്കെ ആദ്യം എന്താണ്, ആദ്യം 2 ഭാഗമാക്കാൻ കാരണം ഫസ്റ്റത്താണ് 1/2 1 അതുകൊണ്ട് 2 ഭാഗമാക്കി. ഫസ്റ്റത്തെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം ഇതിനെന്താണ്, എത്ര ഭാഗമാക്കേണ്ടത്, യെസ് 5 ഭാഗം അല്ലേ. അപ്പോൾ 5 ഭാഗമാക്കിയ ശേഷം എന്താക്കുക, ആ 5 ഭാഗത്തിൽ 1/5 ഒരു ഭാഗത്തിനെടുത്തിട്ട് എന്താക്കുക, 8 ഭാഗമാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു ചതുരം വരച്ച് ഇനി 5 ഭാഗങ്ങളാക്കുകയാണ് കേട്ടോ. 5 ഭാഗമാക്കുക. ഒക്കെ തുല്യ ഭാഗങ്ങളായിരിക്കണം കേട്ടോ. എല്ലാം നമ്മൾ ചെയ്യുന്നത് തുല്യ ഭാഗമാക്കണം. അപ്പോൾ തുല്യ ഭാഗമാക്കുകയാണേ. അപ്പോൾ തുല്യ ഭാഗങ്ങളാക്കുക. അപ്പോൾ തുല്യ ഭാഗമാക്കിയിട്ടുണ്ട്, 5 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം 1 2 3 4 5 ഭാഗമാക്കി. ഇനി ഒരു ഭാഗം എടുത്തിട്ട് എന്താക്കുക, 8 ഭാഗമാക്കുക. ഓക്കെ, ഇതിന് നമുക്ക് ഈ സൈഡിലാണ് നമ്മൾ എടുക്കുന്നത്, അതിന് 8 ഭാഗമാക്കണം. അപ്പോൾ 8 ഭാഗമായി അല്ലേ. അപ്പോൾ അതിലൊരു ഭാഗം ഇതെടുത്തിട്ട് നമുക്ക് എന്താക്കുക, 1/5 × 1/8 ചെയ്തല്ലേ. ഇതാണ് 1/5 × 1/8 അല്ലേ ഇത്. അപ്പോൾ ഇതൊക്കെ തുല്യ ഭാഗങ്ങളാക്കണം. ടീച്ചർ ഇങ്ങനെ വരച്ചപ്പം കുറച്ച് തുല്യമായിട്ടില്ല. നിങ്ങൾ എന്താക്കുക, തുല്യ ഭാഗമാക്കുക. സ്കെയിലും പെൻസിലൊക്കെ വരച്ചിട്ടൊക്കെ തുല്യ ഭാഗമാക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനെ ഈ 5 ഭാഗമാക്കുന്നതിന് തുല്യ ഭാഗമാക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ആ ഒരു 1/5 ഒരു ഭാഗത്തിന് നമ്മൾ 1/8 ഭാഗമാക്കുന്നുണ്ടല്ലോ, ആ 8 ഭാഗങ്ങൾ ഇതും തുല്യമായിരിക്കണം. ഇതേതാണ് എടുക്കുന്നത്, ഈ അളവ് തന്നെ ആയിരിക്കണം ഈ അളവ് വരുന്നത് കേട്ടോ. അപ്പോൾ 1/5 × 1/8 ഇത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇത് എഴുതാം, ഏതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 1/5 × 1/8 എന്ന് പറയുമ്പോൾ എത്രയാണ്, മുകളിലത്തെ നമ്മൾ ഗുണിക്കുക അല്ലേ. 1 × 1 എത്രയാണ്, 1 അല്ലേ. അപ്പോൾ 1/5 × 8 എത്രയാ, 40 അല്ലേ. അപ്പം നമുക്ക് 1/40 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത എന്താണ് നോക്കിയേ, 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി. അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ചരടല്ലേ. 1 മീറ്റർ നീളമുള്ള ചരട് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നോക്ക്, ഇതൊരു മീറ്റർ നീളമുള്ള ചരടാന്ന് വിചാരിക്കുക. ഇതിനെ 1 മീറ്റർ എന്ന് വെച്ചാൽ 5 സമഭാഗങ്ങളാക്കി. അപ്പോൾ 5 സമഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ 1 മീറ്ററിനെ നമ്മൾ 1 2 3 4 5 എന്നാക്കി 5 സമഭാഗമാക്കി. അപ്പോൾ ഇതിലൊരു കഷ്ണത്തിൻ്റെ നീളം എത്ര ആയിരിക്കും, ഇതിൻ്റെ നീളം എത്ര ആയിരിക്കും, 1 മീറ്റർ നീളമുള്ള ചരടാണ് അല്ലേ. 5 സമഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം എന്താ ഇത് എടുക്കുകയാണെങ്കിൽ, ഈ കഷ്ണം എടുക്കുകയാണെങ്കിൽ ഇത് എത്രയാണ്, 1/5 എന്നാണ് നമ്മൾ എഴുതുക കേട്ടോ. 1/5 ഈ കഷ്ണം മാത്രമല്ല, അതാ ഇതും 1/5 ആണ്, ഇതും 1/5, ഇതും 1/5, ഇതും 1/5 അല്ലേ. അപ്പോൾ ഞാൻ ഈ സൈഡിലുള്ള ഈ കഷ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ 1/5.
അങ്ങനെയാണെങ്കിൽ അതിലൊരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറഞ്ഞത് അല്ലേ, അതിലൊരു കഷ്ണത്തിന്റെ പകുതി അറിയുമ്പോൾ എന്താണ്, ഇതിന്റെ പകുതി അറിയുമ്പോൾ നടുക്ക് ഇവിടെ വരും അല്ലേ. അതിന്റെ പകുതിയുടെ നീളം എത്രയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുക, നേരത്തെ ചെയ്തമാതിരി തന്നെ അല്ലേ. 1/5 ഇൻറ്റു പകുതി അറിയുമ്പോൾ 1/2 അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെയ്താൽ 1 മുകളിലത്തെ രണ്ടും കുടിക്കുക അല്ലേ. അപ്പോൾ 1 × 1 എത്രയാ 1 പിന്നെ 5 × 2 അടിയത്തെ രണ്ടും കുടിക്കുക. 5 × 2 പറയുമ്പോൾ 10. ഓക്കെ, അപ്പോൾ 1/10 അല്ലേ. അപ്പോൾ അത് സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ പറഞ്ഞാൽ 1 മീറ്റർ അല്ലേ 1 മീറ്റർ നീളമുള്ള ചരടി ഞാൻ 5 സമമാക്കി. അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്റർ ആവശ്യം, അപ്പോൾ 1/10 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്കത് സെൻറ്റിമീറ്ററിൽ പറയാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇത് 3 മീറ്റർ അല്ലേ വരുന്നത്. അപ്പോൾ എന്താണ് ഇത് സെൻറ്റിമീറ്ററിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താക്കുക, 1 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് 100 സെൻറ്റിമീറ്റർ. അങ്ങനെ ആകുമ്പോൾ 1/10 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് 100നോട് ഗുണിച്ചാൽ മതി. 1/10 × 100 1/10 × 100. അപ്പോൾ 1 × 100 100. 100/10 എത്രയാണ്, നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാം അല്ലേ. 0 അല്ല അവസാനം വരുന്നത് അല്ലേ. ഇവിടെയും 0 വരുന്നുണ്ട്, ഇവിടെയും 0 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 × 10 എത്രയാണ് നമുക്ക് കിട്ടുക 10 അല്ലേ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആണ് എന്ത് വരുന്നത്, ഈ 1 മീറ്റർ നീളമുള്ള ചരടിനെ എന്താണ് അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണെന്ന് ചോദിച്ച് 1/10 മീറ്ററാണ്. സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ 100നോട് ഗുണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണ്, 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികൾ നിറച്ചു. 1 ലിറ്റർ പാല് ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിലാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. അപ്പോൾ നോക്കിയാൽ 1 ലിറ്റർ പാല് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ചിത്രമായിട്ട് വരയ്ക്കാം നമുക്ക് കേട്ടോ. നോക്കൂ, 1 ലിറ്റർ പാലല്ലേ, ഇത് 1 ലിറ്റർ പാലുണ്ടെന്ന് വിചാരിച്ചോ ഈ പാത്രം. 1 ലിറ്റർ പാല്. അപ്പോൾ എന്താണ് ഒരേ വലിപ്പമുള്ള 2 കുപ്പികൾ നിറച്ചു പറഞ്ഞാൽ എത്രയായി, 2 കുപ്പി. ഓക്കെ, ഇതൊരു കുപ്പി, ഇതൊരു കുപ്പി. ഒരേ വലിപ്പമുള്ള 2 കുപ്പി നിറച്ച് പറഞ്ഞാൽ എത്രയാണ്, ഇത് 1 ലിറ്റർ പാല് 2 കുപ്പി നിറച്ച് പറയുമ്പോൾ ഇത് എത്രയാ, ഇത് 1/2 അല്ലേ. പകുതിയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. 1/2 ലിറ്റർ അല്ലേ. ഇതും ഉണ്ടാവും, ഈ കുപ്പിയിലോ 1/2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് 1 ലിറ്റർ ആണ് അല്ലേ. 1 ലിറ്ററിനെയാണ് എന്ത് 2 കുപ്പികളിൽ നിറച്ചത് അല്ലേ. അപ്പോൾ ഇത് 1/2 ലിറ്ററോ ഇത് 1/2 ലിറ്ററോ. അപ്പോൾ അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത്, ഈ കുപ്പീൻ്റെ 1/4 ഭാഗം എടുത്ത് എന്താക്കി ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ 1/2ൻ്റെ 1/4 എടുത്തിട്ടാണ് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 1/2 × 1/4 എഴുതുക അല്ലേ. 1/2 × 1/4 പറയുമ്പോൾ 1/4 അല്ലേ. അപ്പോൾ 1/2 × 1/4 അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇൻറ്റു ആണെങ്കിൽ മുകളിലത്തെ രണ്ടും കൂടി ഗുണിക്കുക അല്ലേ. അപ്പോൾ 1 അല്ലേ സമം 1/2 × 4 എത്ര 8 അല്ലേ. അപ്പോൾ 1/8 ലിറ്റർ എടുത്തിട്ടാണ് ചായ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് എത്ര ലിറ്റർ പാലെടുത്ത ചായ ഉണ്ടാക്കി അല്ലേ. അപ്പോൾ 1/8 ലിറ്റർ എടുത്തിട്ടാണ് ചായ ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/8 ലിറ്റർ എടുത്തിട്ടാണല്ലോ അപ്പോൾ ചായ ഉണ്ടാക്കിയത്. അപ്പം അത് മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആക്കാം, നേരത്തെ 1 മീറ്റർ ആണെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 100 മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ 100നോട് ഗുണിച്ചതാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര 1000 മില്ലി ലിറ്റർ ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ് ഈ ലിറ്ററിനെ മില്ലി ലിറ്ററിലാക്കണേ 1000നോട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 1000 1/8 × 1000 ചെയ്യാം. ഓക്കെ, 1/8 × 1000 സമയം നമുക്ക് എങ്ങനെ ചെയ്യാം, 1 ഇവിടെ സ്ഥലം ലേറ്റാട്ടോ ടീച്ചറോട് ഇരുന്ന് നോക്കൂ. 1/8 × 1000 അല്ലേ. × 1000 ഇവിടെ മുകളിൽ അല്ലേ വരുന്നത് 1000 എഴുതുക. ദെൻ അപ്പോൾ 1000/1 × 1000 എന്ന് പറഞ്ഞാൽ 1000 അല്ലേ. 1000 / 8 ചെയ്ത് നോക്കിയേ എന്താ നമുക്ക് കിട്ടുക. 1000 / 8 ചെയ്ത് നോക്കിയേ എന്താ കിട്ടുക, 125 അല്ലേ. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 125. അപ്പം 125 മില്ലി ലിറ്ററാണ് നമുക്ക് എന്ത് കിട്ടുക. ഈ 1 ലിറ്റർ പാല് 2 കുപ്പികളിൽ നിറച്ച് ഒരേ എളുപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചിട്ട് അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി അറിഞ്ഞില്ലേ. അപ്പോൾ എത്ര ലിറ്റർ പാലെടുത്താൽ ചായ ഉണ്ടാക്കി അറിയുമ്പോൾ 1/8 ലിറ്റർ എടുത്തിട്ടാണ് ചായ ഉണ്ടാക്കിയത്. അത് മില്ലി ലിറ്ററിലാക്കിയാൽ 125 മില്ലി ലിറ്ററാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ഇവിടെ ചോദ്യം നോക്കൂ, 2/3 1/5 ഭാഗം എത്രയാണ് അല്ലേ. അപ്പോൾ 2/3 1/5 ഭാഗം എന്ന് പറഞ്ഞപ്പോൾ എന്താ അത് ഗുണിച്ചാൽ മതി. 2/3 × 1/5 ചെയ്യുക. ഓക്കെ, അപ്പോൾ 2/3 × 1/5 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2/3 ×
1/5 അല്ലേ. അപ്പോൾ മോളത്ത് രണ്ടും ഗുണിക്കുക. അപ്പോൾ 2 × 1 എത്രയാണ് 2 അല്ലേ. ബൈ 3 × 5 അടിയത്ത് രണ്ടും ഗുണിക്കുക. 3 × 5 എത്രയാണ് 15 അല്ലേ. അപ്പോൾ 2/15 നമുക്ക് എന്ത് കിട്ടുക? ഈ 2/3ൻ്റെ 1/5 ഭാഗം എത്രയെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ 2/15. ഓക്കെ, ഇതവിടെ കണ്ടില്ലേ 2/15 ഭാഗമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെ വിവരിച്ച് എഴുതേണ്ട, നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഷോർട്ടാക്കി അങ്ങനെ എഴുതുക കേട്ടോ. ദെൻ ഇവിടെ നോക്കൂ, അടുത്തത് ഇവിടെ ചതുരം വരച്ചിട്ടുള്ളതല്ലേ. അത് നോക്കൂ, 2/3ൻ്റെ 1/5 ഭാഗം ഇങ്ങനെ ചതുരം വരച്ചിട്ട് ഇങ്ങനെ നോക്കുക. 2/3 അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ 2 ചതുരങ്ങൾ വരയ്ക്കുക. ഓക്കെ, എന്നിട്ടോ ഇതിനെ എന്താണ് ആദ്യം ഒരു ചതുരം വരയ്ക്കുക അല്ലേ. ഈ ചതുരത്തിന് എന്താക്കുക 3 ഭാഗമാക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക 3ൽ 2 എന്ന് എഴുതുമ്പോൾ ഇത് രണ്ടുമാണ് 3ൽ 2 പറഞ്ഞത്. അതാണ് ഇവിടെ വരുന്നത് കണ്ടോ, 3ൽ 2 ഈ ഭാഗം മൊത്തം അല്ലേ. അതാണ് 3ൽ 2. അതിൻ്റെ 1/5 ഭാഗം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കുക 5 ആക്കി ഡിവൈഡ് ചെയ്യുക. കണ്ടോ, 5 ആക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കൂ, 2/3 × 1/5 അല്ലേ. അപ്പോൾ 2/3 നമുക്ക് എങ്ങനെ എഴുതാം? 2/15 അല്ലേ. അപ്പോൾ 2/15 പറയുമ്പോൾ ഇത് 1/15, ഇത് 1/15 അല്ലേ. ഇതാണ് 2/15 വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് 2/3ൻ്റെ 4/5 ഭാഗമായാൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ 2/3ൻ്റെ 4/5 ഭാഗം എന്ന് പറഞ്ഞാൽ 2/3 × 4/5 എന്ന് ചെയ്യുക. ഓക്കെ, ഇതാ ഇങ്ങനെ എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, മോളത്ത് രണ്ടും ഗുണിക്കുക. 2 × 4 8 ബൈ 3 × 5 15. കണ്ടോ, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ 2/3 × 4/5 മോളത്ത് രണ്ടും ഗുണിക്കുക. 2 × 4 ബൈ 3 × 5 എഴുതുക. 2 × 4 8 ബൈ 15 കേട്ടോ. ദെൻ ചിത്രത്തിലൂടെ ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഓക്കെ, അതെ ചിത്രം നോക്കൂ. ഏതായിരുന്നു നമുക്ക് വേണ്ടത്? 2/3ൻ്റെ 4/5 ഭാഗം അല്ലേ. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ ഇതാണ് 2/3. ഈ 2/3 5 ഭാഗമാക്കണം. അതിൽ 4 എടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതെടുക്കും. അതാണിത് 8/15 വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ കണക്കുകൾ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചോദ്യം? 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളാക്കി മുറിച്ചു അല്ലേ. അപ്പോൾ ഇതിനെ 5 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിന്റെ 1/4 ഭാഗത്തിന് നീളം എത്ര മീറ്ററാണ് വെച്ചിരിക്കുന്നത്? ഇത് എത്ര സെന്റിമീറ്റർ ആണ്? അപ്പോൾ 2 മീറ്റർ നീളമുള്ള കയറല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 അല്ലേ, എത്ര കഷ്ണാക്കി? 5 കഷ്ണാക്കി അല്ലേ. 2/5. ഇനി അപ്പോൾ ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ 2/5 ആണ് കേട്ടോ. ഇതിലൊരു കഷ്ണത്തിലെ 1/4 ഭാഗം എടുത്ത്, ഇപ്പൊ ഇതിലുള്ള കഷ്ണത്തിലെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനോട് 1/4 ഗുണിച്ചാൽ മതി കേട്ടോ. 1/4 ഗുണിക്കുക 3/4. ഓക്കെ, 1/4 പറയുമ്പോൾ 3/4 ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/5 × 3/4 അല്ലേ. അപ്പൊ മോളത്തെ 2 ഗുണിക്കുക. 2 × 3 എത്രയാണ്? 6 അല്ലേ. 6/5 × 4 എത്രയാണ്? 20. ഓക്കെ, അപ്പോൾ 6/20 നമുക്ക് കിട്ടുക. ഇനി 3 മീറ്ററാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി ഇത് എത്ര സെന്റിമീറ്റർ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് മീറ്ററിനെ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ ഇതിനെ 100നോട് ഗുണിച്ചാൽ മതി കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കുക 100നോട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6/20 × 100 അല്ലേ. അപ്പോൾ 6/20 × 100 അല്ലേ. 100. ഓക്കെ, ഇനി എന്താണ് അറ്റത്തുള്ള പൂജ്യങ്ങൾ വെട്ടിക്കളയുക അല്ലേ. ഇവിടെയും വെട്ടിക്കളയുക, ഇതും വെട്ടിക്കളയുക. ഓക്കെ, ദെൻ പിന്നെന്താ വരുന്നത്? 60. 6 × 10 എത്രയാ? 60 അല്ലേ. 60/2. 60/2. 60/2 എത്രയാണ്? 60/2 എത്രയാണ്? 30 അല്ലേ. 60 ഹരിക്കണം 2 30 സെന്റിമീറ്റർ. ഓക്കെ, ഇത് എത്ര സെന്റിമീറ്റർ അല്ല ചോദിച്ചത്. അപ്പോൾ 30 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? 3 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു. 3 ലിറ്റർ വെള്ളം എന്താണ്? ഒരുപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു. അങ്ങനെ ആവുമ്പോൾ 3 ലിറ്റർ വെള്ളമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 ലിറ്റർ വെള്ളമാണ് ഒരുപോലെ 4 കുപ്പിയിലാണ് നിറച്ചത് അല്ലേ. അപ്പോൾ 3/4 അല്ലേ. അങ്ങനെ എഴുതാം. 3 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം, അതിലൊരു കുപ്പീൻ്റെ അളവാണ് 3/4 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. ഒരേപോലെയുള്ള 5 കപ്പുകൾ എന്ന് പറയുമ്പോൾ 1/5 അല്ലേ.
ഓക്കെ. ഇപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് 3 ലിറ്റർ വെള്ളം. അതാണ് 3/4 കപ്പിലല്ലേ നിറച്ച്, അപ്പോൾ 4 അല്ലേ. അപ്പം ഒരു കപ്പിന് എന്താണ് ഒരു കുപ്പീൻ്റെ അളവ് എത്രയാണ്, 3/4 അല്ലേ. അതിനൊരു കുപ്പിയിലെ വെള്ളം ഒരുപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു അല്ലേ. ഇതിലുള്ളത് 5 കപ്പുകൾ എന്ന് പറയുമ്പോൾ 1/5 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ 3 × 1 എത്ര, 3/4 5 എത്ര, 20 അല്ലേ. അപ്പോൾ 4 5 20 ഇത്രയും എന്താണ് ലിറ്ററാണ് ഉള്ളത് അല്ലേ. ഒരു കപ്പിൽ ഇത്രയും 3/20 ലിറ്റർ വെള്ളമാണ് ഉള്ളത് അല്ലേ. അത് എത്ര മില്ലി ലിറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമുക്കറിയാം, എന്ത് മില്ലി ലിറ്റർ ആക്കണമെങ്കിൽ എന്താണ് ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കണമെങ്കിൽ 1000 ഗുണിക്കുക കേട്ടോ. അപ്പോൾ 3/20 × 1000 ചെയ്യുക. ഓക്കെ. അപ്പം 3/20 × 1000 ചെയ്യുക. അപ്പോൾ 0 വെട്ടിപ്പോവുക. പിന്നെ എന്താണ് ഇവിടെ 2 അല്ലേ ഉള്ളത്. അപ്പം 300/2 ഉള്ളത്. 300/2 എത്രയാണ്, 150 അല്ലേ. 300/2 എന്ന് പറയുമ്പോൾ 150 മില്ലി ലിറ്റർ. ഓക്കെ, മില്ലി ലിറ്റർ. അത്രയും മില്ലി ലിറ്ററാണ്, 150 മില്ലി ലിറ്ററാണ് എന്ത് ഈ 3 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള 4 കുപ്പികൾ നിറച്ച് അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരുപോലെയുള്ള 5 കപ്പുകൾ നിറച്ചപ്പോൾ ഒരു കപ്പിൽ എത്ര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര ലിറ്റർ വെള്ളം ഉണ്ട് പറഞ്ഞാൽ എത്ര, 3/20 ലിറ്റർ. അപ്പം മില്ലി ലിറ്റർ ആണെങ്കിൽ 150 മില്ലി ലിറ്ററാണ് ഒരു കപ്പിൽ ഉണ്ടാവുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എന്താണ്, 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തങ്ങ 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തങ്ങ ഒരുപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി. 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തങ്ങയല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതുക, ആദ്യം 4 എഴുതുക അല്ലേ. അപ്പം 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തങ്ങ എത്ര ആക്കി, 5 കഷ്ണമാക്കി. അപ്പം 4/5 അല്ലേ. പിന്നെ അതിൽ ഒരു കഷ്ണം, അതിൻ്റെ ഒരു കഷ്ണമാണ് 4/5 എന്ന് പറയുന്നത്. ഒരു കഷ്ണത്തിൻ്റെ അളവാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി അതിലൊരു കഷ്ണത്തിൻ്റെ വീണ്ടും പകുതിയാക്കി. അപ്പോൾ ഇതിനെ വീണ്ടും പകുതിയാക്കിയാൽ എന്താ, ഈ അരനോടങ്ങ് കുടിച്ചാൽ മതി അല്ലേ. ഈ 2 കഷ്ണങ്ങൾ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ട്, ഈ 2 കഷ്ണങ്ങൾ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ട് എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ പകുതിയാക്കിയതല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ 4/5 × 1/2. ഇപ്പം 4 × 1 4 അല്ലേ, /5 × 2 10. അപ്പോൾ 4/10 കിലോഗ്രാം ആണ് ഉള്ളത് അല്ലേ. ഇത് എത്ര ഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1000 ഗ്രാമാണ് എന്ത്, 1 കിലോഗ്രാം അല്ലേ. അപ്പോൾ ഇതിനെ 1000 ഗുണിച്ചാൽ മതി. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, അപ്പം നമുക്ക് എന്ത് കിട്ടും, എന്താ കിട്ടുക, 4 × 1000/10 അല്ലേ. 4 അപ്പോൾ 4000 അല്ലേ, 4000/10. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക, 4000/10 ചെയ്താൽ 400. ഓക്കെ, 400 ഗ്രാമാണ് നമുക്ക് ഈ തണ്ണിമത്തൻ്റെ ഒരു കഷ്ണത്തിന്. ഓക്കെ, അതായത് തണ്ണിമത്തങ്ങ 5 കഷ്ണങ്ങളാക്കിയതിൻ്റെ പകുതിൻ്റെ അളവാണ് 400 ഗ്രാം. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്, ഒരു പാത്രത്തിൽ നിറച്ച പാൽ ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. ഒരു പാത്രത്തിൽ നിറച്ച പാല് എന്താണ്, ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഒരു പാത്രത്തിൽ നിറച്ച പാല് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു എന്ന് പറയുമ്പോൾ ഒരു 3 ചെറിയ കുപ്പികളിലല്ലേ നിറച്ചത്, ഇതിൽ നിറച്ചു വിചാരിച്ചത് കുപ്പി വിചാരിക്കുക. അപ്പോൾ ഇതിലുള്ള ഒന്നിൻ്റെ അളവ് എത്രയാണ്, 3 ഇതിലല്ലേ. അപ്പോൾ 1/3. ഓക്കെ, ഒരു പാത്രത്തിലുള്ള എത്രയാണ്, 1/3 ആണ് അല്ലേ. അപ്പം എന്താണ്, സോറി, 3 കുപ്പികൾ നിറച്ചു അല്ലേ. ഓക്കെ, 3 കുപ്പികൾ നിറച്ച് ഓരോ കുപ്പിയിലെയും പാല്, ഇനി ഈ കുപ്പിയിലത്തെ പാൽ എന്താക്കുകയാണ്, 4 കപ്പുകളിൽ നിറച്ചു. ഇത് ചെറിയ കപ്പുകളിൽ നിറച്ചു, 1 2 3 4 അല്ലേ, 4 നിറച്ചു. അപ്പോൾ എന്താണ്, ഇതിലുള്ള ഒന്നിൻ്റെ അളവ് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ 1/3 എടുത്തിട്ട് 4 നിറച്ചതല്ലേ. അപ്പോൾ 1/3 × 1/4 ചെയ്യാം. ഓക്കെ, 1/3 × 1/4 ചെയ്യാം. അപ്പോൾ 1 × 1 എത്രയാണ്, 1/3 × 4 എത്രയാണ്, 12. ഓക്കെ, അപ്പോൾ 1/12 ഈ കുപ്പിയിൽ ഒരു കപ്പിലുള്ള അളവ് അല്ലേ. അപ്പോൾ ആദ്യത്തെ പാത്രത്തിൻ്റെ പാലിൻ്റെ എത്ര ഭാഗമാണ്, അപ്പോൾ 1/12. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ദെൻ അടുത്ത ചോദ്യം, 12 സെൻറ്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. അപ്പോൾ 12 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു AB എന്നുള്ള വര വരച്ചു. ABയുടെ 2/3 ഭാഗമായി AC അടയാളപ്പെടുത്തുക. നമ്മൾ വരയ്ക്കുക കേട്ടോ. ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഒരു ലൈൻ വരച്ചു. എന്താണ് ഇത്, എയും ബിയും ആണ് കേട്ടോ. ഇതിൽ 12 സെൻറ്റിമീറ്റർ ആണ്. ഇനി ABയുടെ 2/3 ഭാഗമായിട്ട്, അപ്പോൾ ഇതിനെ 3 ഭാഗമാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ എന്താക്കാം, നമുക്ക് ഇത് 2/3 ഭാഗമാക്കി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ AC, ഇവിടെ C ആണ് കേട്ടോ.
പിന്നെന്താണ് ഇവിടെ സി, ഇവിടെ എ, ഇത് ബി. ഓക്കെ ഓക്കെ. ഇനി എന്താണ് എ സി അടയാളപ്പെടുത്തുക. ഇനി എ സിയുടെ 1/4 ഭാഗമായി AD അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ എന്താണ് 1/4 ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. ഇതിനെ 4ആക്കി മാറ്റണം അല്ലേ. 1 2 3 അല്ലേ, 4ആക്കി. ഇപ്പോൾ ഈ ഭാഗമാണ് എന്ത് പറയുന്നത്, ഈ ഭാഗമാണ് എന്ത് AD അല്ലേ. ഇതാണ് AD. അപ്പോൾ എന്താണ് AB-യുടെ എത്ര ഭാഗമാണ് AD എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ഭാഗമായിരിക്കും? അപ്പോൾ എങ്ങനെയാണ് AB-യുടെ 2/3 ഭാഗമല്ലേ. അപ്പോൾ 2/3 ഇൻറ്റു AC അല്ലേ, 1/4 ഭാഗമായിട്ട് എന്താണ് AD അടയാളപ്പെടുത്താൻ പറഞ്ഞില്ലേ. അപ്പോൾ 2/3 ഇൻറ്റു 1/4 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2/3 12 അല്ലേ. അപ്പോൾ 2/12 അല്ലേ. അപ്പോൾ AB-യുടെ എത്ര ഭാഗമാണ് AD വെച്ചാൽ എത്ര, 12ൽ 2 ഭാഗം അല്ലേ. ഓക്കെ. ദെൻ അടുത്തത് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഗുണനക്രിയയിലൂടെ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണക്കാക്കാം? 2/5ൻ്റെ 3/7 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2/5 ഇൻറ്റു 3/7 അല്ലേ. അപ്പോൾ 2/5 ഇൻറ്റു 3/7 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3/5 ഇൻറ്റു 7 അല്ലേ. അപ്പോൾ 6/35. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താ കിട്ടുക, 6/35 കേട്ടോ. 6/35 കിട്ടും. ഇങ്ങനെ ചെയ്യാം. 2/5 ഇൻറ്റു 3/7 സമം, പിന്നെ മുകളിലത്തെ 2 കുടിക്കുക, 2 ഇൻറ്റു 3/5 ഇൻറ്റു 7. ഓക്കെ. 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6/5 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 35. ഓക്കെ, മനസ്സിലായില്ല. ദെൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ. 2/7ൻ്റെ 3/5 ഭാഗം എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇതേപോലെ കുടിക്കുക, 2/7 ഇൻറ്റു 3/5. ഓക്കെ. അപ്പോൾ 2/7 ഇൻറ്റു 3/5 പറയുമ്പോൾ മുകളിലത്തെ 2 കുടിക്കുക, 2 ഇൻറ്റു 3/7 ഇൻറ്റു 5. അപ്പോൾ 2 ഇൻറ്റു 3 എത്രയാണ്, 6 അല്ലേ. 6/7 5 35 അല്ലേ. 6/35. ദെൻ അടുത്ത ചോദ്യം, 3/4ൻ്റെ 2/3 ഭാഗം എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ 3/4 ഇൻറ്റു 2/3 എഴുതുക. എന്നിട്ട് 3 ഇൻറ്റു 2/4 ഇൻറ്റു 3 എന്ന് എഴുതുക. 3 ഇൻറ്റു 2 എത്രയാണ്, 6/4 ഇൻറ്റു 3 എത്രയാണ്, 12. ഓക്കെ, ഇങ്ങനെ എഴുതുക. ദെൻ അടുത്തത് 3/10ൻ്റെ 5/6 ഭാഗം എത്രയാണെന്ന് വെച്ചാൽ, അപ്പം 3/10 ഇൻറ്റു 5/6 ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു 5 എത്രയാണ്, 15/10 ഇൻറ്റു 6 എത്രയാണ്, 60. ഓക്കെ, 10/60. വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെറുതാക്കാം കേട്ടോ. ഇതിനെ നമുക്ക് എന്താക്കാം, 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ 15/60 നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് 15, ഇതിനെ നമുക്ക് 1/4 എന്ന് എഴുതാം കേട്ടോ. അതായത് 15നെ നമുക്ക് എന്താക്കാം, 3നോട് ചെറുതാക്കാം അല്ലേ. അവിടെ 5 എന്ന് കിട്ടും. ബൈ ഇതിനോടും 3നോട് ചെറുതാക്കിയാൽ എന്ത് കിട്ടും, 20 എന്ന് കിട്ടും അല്ലേ. പിന്നെ എന്താണ് 5നെയും 20നെയും ചെറുതാക്കിയാൽ 1/4 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് എന്താണ് നോക്കാം നമുക്ക്. വീണ്ടും ചില ഗുണനക്രിയകളാണ് അല്ലേ. അതാണ് ടീച്ചർ അടുത്ത ഭാഗം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. 2/5ൻ്റെ 3/7 ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഗുണിക്കുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഗുണനത്തിൽ എന്താണ്, നിങ്ങളെ മുകളിലത്തെ തമ്മിൽ ഗുണിക്കുക, അടുത്ത അടിയത്തെ തമ്മിൽ ഗുണിക്കുക കേട്ടോ. പ്ലസ് മൈനസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഉണ്ട് അല്ലേ. നമ്മളെന്താണ് താഴെയുള്ള എന്താണ് അംശവും ഛേദവും വരുമ്പോൾ ഛേദം തുല്യമാക്കിയിട്ടാണ് എന്ത് പ്ലസ് ചെയ്യുക. അതുപോലെ എന്താ മൈനസ് ആണെങ്കിലും ഛേദം തുല്യമാക്കിയിട്ടാണ് എന്ത് മൈനസ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ പ്ലസ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇൻറ്റുവിൻ്റെ കാര്യത്തിൽ നേരിട്ടങ്ങ് ഗുണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.